ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മയോട് ഒരു കുട്ടി ചോദിക്കുന്നു, അമ്മ മുടി കറക്കാൻ എന്താ ചെയ്യണമെന്ന്. അപ്പൊ അമ്മ അത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരാന്ന് കുട്ടികളോട് പറഞ്ഞു. അപ്പൊ ഇന്ന് ആ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതിനെന്താ വേണ്ട, ആദ്യം അമ്മ ഉണ്ടാക്കണ എണ്ണയിലേക്ക് ആദ്യം വേണ്ടത് നമുക്ക് എണ്ണയ്ക്ക് അനുസരിച്ച് കറിവേപ്പില എടുക്കണം കേട്ടോ. അമ്മ കുറച്ച് എണ്ണയെ കാണിച്ചു തരുന്നുള്ളൂ. അമ്മയ്ക്ക് ഇവിടെ ഓൾറെഡി കാച്ചിയത് ഇരിക്കുകയല്ലേ. അപ്പൊ അമ്മ കുറച്ച് എണ്ണയെ കാച്ചി തരുന്നുള്ളൂ. എങ്ങനെ കാച്ചാന്നുള്ളത് കാണിച്ചു തരാണ്. അപ്പൊ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ കറിവേപ്പില. അമ്മ കുറച്ച് എണ്ണ എടുക്കൊണ്ട് ഒരു പിടി കറിവേപ്പില എടുത്തണത്. പിന്നെ നമ്മൾ എടുക്കണത് കരിഞ്ജീരകം കണ്ട. പിന്നെ നമ്മൾ എടുക്കുന്നത് കരിഞ്ജീരകം. അപ്പൊ നമ്മള് കരിഞ്ജീരകത്തിന്റെ അളവ് എങ്ങനെയാ ചോദിച്ചാലേ, നമ്മള് പിന്നെന്താ പറയാ, കറിവേപ്പിലൊക്കെ തോനെടുക്കണം എണ്ണയ്ക്ക്. നല്ലൊരു കെട്ട് കറിവേപ്പില എടുക്കണം. 1/2 ലിറ്റർ എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾ അതിന്റെ ഇല മാത്രം ഊരിയെടുത്ത് ക്രഷ് ചെയ്യുക. കരിഞ്ജീരകം നമുക്ക് ക്രഷ് ചെയ്തിട്ടാൽ മതി, എന്നാലും അതിന്റെ പോഷകങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പൊ കരിഞ്ജീരകം നമുക്ക് അളവ് എത്ര വേണം വെച്ചിട്ട് ഒരു ഗ്ലാസ് എടുക്കണം. ഒരു ഗ്ലാസ്, ചെറിയ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്, ഒരു 250 ml എങ്കിലും എടുക്കാതെ ഒരു കാര്യമില്ല കേട്ടോ. നല്ല എടുക്കണം കരിഞ്ജീരകം. മുടി കറുത്ത് വരാനുള്ള എണ്ണയല്ലേ. പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്, അത് എല്ലാവർക്കും അറിയോ അറിയില്ല, വീട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് എല്ലാവരും തേച്ച് വരുന്ന എണ്ണയാണ്. അപ്പൊ ഇതുണ്ടോ, ഇതെന്താന്ന് എല്ലാവർക്കും അറിയില്ലേ, നമ്മളെ വീട്ടിലുണ്ടാക്കിയ നാടൻ കയ്പ്പയ്ക്ക. അപ്പൊ ഇതിൽ വിഷമൊന്നുമില്ല കേട്ടോ. വെളുത്ത കയ്പ്പയ്ക്ക എടുക്കരുത്. വെളുത്ത കയ്പ്പയ്ക്ക എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫലം കുറയും, വേറെ ഒന്നുമല്ല. സാധിക്കിച്ച പച്ച കയ്പ്പയ്ക്ക, അങ്ങനെ പച്ച കളറുള്ളത് നോക്കി എടുക്കണം. അങ്ങനെ പച്ച കളറാകുമ്പോൾ നമുക്ക് കൂടുതൽ ഫലം ഉണ്ട്. ഇനി ഇത് എന്താ ചെയ്യാന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കരിഞ്ജീരകവും ഈ ഇതും കൂടി ക്രഷ് ചെയ്ത് കൊണ്ടുവരും മിക്സിയിൽ കേട്ടോ. അപ്പൊ അമ്മ ക്രഷ് ചെയ്യട്ടെ പോയിട്ട്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇത് എന്താ ചെയ്യണേ, ഇത് നമ്മളെ എണ്ണയ്ക്ക് അനുസരിച്ചിട്ടാട്ടോ, എല്ലാം എണ്ണയ്ക്ക് അനുസരിച്ചിട്ടാണ്. 1/2 ലിറ്റർ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 കിലോ കയ്പ്പയ്ക്ക ഇടും. അല്ല നമ്മൾ കുറച്ച് എണ്ണ വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് കയ്പ്പയ്ക്ക ഇട്ടാൽ മതി, കേടുവരൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ മൂപ്പും കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അപ്പൊ ഈ എണ്ണ ഉണ്ടാക്കി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പറഞ്ഞ ഡൈ അല്ല, ഇതൊരു ഡൈ അല്ല. ഒരു അപ്പം തേച്ച് കുളിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ കറക്കുക, അതല്ല. നമുക്ക് ഈ നെല്ലിക്ക എണ്ണ ഇല്ലേ, നെല്ലിക്ക തണുപ്പാണ്, ഈ കയ്പ്പയ്ക്കയ്ക്ക് അതില്ല, കേടേ ഇല്ല. അപ്പൊ ഇത് സ്ഥിരം തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി വേരുകൾ മുതൽ കൊണ്ട് നമുക്ക് കറുത്ത് വരുന്നതാണ്. പിന്നെ മുളച്ചു വരുന്ന മുടിയും കറക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് സ്ഥിരം തേച്ച് കഴിഞ്ഞാൽ നരയ്ക്ക്, ഈ ഡൈ അടിച്ച അലർജി ഉള്ളവർക്ക് വളരെ ഒരു ഉപകാരമാണ്. നമ്മൾക്ക് പതുക്കെ പതുക്കെ നമ്മളെ മുടി നരച്ചു വരുന്നത് കാണാം, കറുത്ത് വരുന്നത് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടോ, മിക്സിയിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുത്തു കിട്ടുമോ. അപ്പൊ എന്താ, അതിൽ കരിഞ്ജീരകവും പിന്നെ കറിവേപ്പിലയും ക്രഷ് ചെയ്തു. പിന്നെ നമ്മള് കയ്പ്പയ്ക്ക എന്താ ചെയ്ത് കണ്ടോ, അങ്ങനെ വട്ടത്തിൽ നമ്മൾ നുറുക്കുക, കണ്ടല്ലോ കയ്പ്പയ്ക്ക. അപ്പോ നമ്മളൊരു 1/4 കിലോ കയ്പ്പയ്ക്ക എടുക്കണം. 1/2 ലിറ്റർ എണ്ണ കാച്ചാണെങ്കിൽ ചെറുതാക്കി നിങ്ങൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും മതി കേട്ടോ കയ്പ്പയ്ക്ക. ഞാനിപ്പോ കുറച്ച് എണ്ണ കാച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ വട്ടത്തിൽ നുറുക്കിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് എണ്ണ കാച്ചുന്നത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ എണ്ണ കാച്ചെടുക്കണത്. എല്ലാവരും ശ്രദ്ധിക്കുക, ആട്ടിയ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ മുടി കൊഴിയ ഒന്നും ചെയ്യില്ല. പിന്നെ നമ്മളെ മുടി വളർച്ച കൂട്ടുള്ളൂ കേട്ടോ നമ്മളെ കയ്പ്പയ്ക്ക, അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല. കണ്ട, കത്തിച്ചിട്ടില്ല കേട്ടോ. അമ്മ അതൊക്കെ ഇതിൽ ഇട്ടതിന്റെ ശേഷം ഇനി കത്തിക്കാം. അപ്പൊ നമ്മൾ എണ്ണ കാച്ചുമ്പോ എണ്ണയുടെ മൂപ്പ് എന്താ അമ്മയെന്ന് കുറെ കുട്ടികൾ അമ്മോട് ചോദിച്ചു കേട്ടോ. അപ്പൊ എണ്ണയുടെ മൂപ്പും കൂടി കാണിച്ചു തരാലോ വിചാരിച്ചിട്ടാണ് അമ്മ കാച്ചിട്ട് തന്നെ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമ്മളിത് ഒന്ന് തിളയ്ക്കുന്ന വരെ നമ്മൾക്ക് സ്പീഡിൽ വെക്കാട്ടോ. അപ്പൊ തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ വെക്കണം, എണ്ണ സ്പീഡില്ലാതെ വെക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ല അല്ലെ കയ്പ്പയ്ക്കയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണമെന്ന്. നമ്മളെ കയ്പ്പയ്ക്കയിൽ കുട്ടികളെ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. വിറ്റാമിൻ സിയും സിങ്കും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി, സിങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടി വളർച്ച എങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. പിന്നെ കരിഞ്ജീരകത്തിൽ എന്താ, ലിനോലെയിക് ആസിഡ് എന്ന ഘടകം ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ അതെന്താ, നമ്മുടെ മുടിയുടെ വേരുകളെയൊക്കെ, നരയ്ക്കണ കോശങ്ങളെയൊക്കെ അത് എന്ത് ചെയ്യുമെന്ന് അറിയോ, ചലിപ്പിക്കും. അപ്പൊ നമുക്ക് നര കുറഞ്ഞു കിട്ടും. കണ്ടോ, അപ്പൊ നമ്മുടെ എണ്ണ തിളച്ചു. ഇനി നമ്മൾക്ക് സ്പീഡ് കുറച്ച് വെക്കണം. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മുടി വളരാനുള്ളതല്ലേ. അപ്പൊ അത് കാരണം നമ്മൾ മൂപ്പ് നല്ല നോക്കണം കേട്ടോ. പിന്നെ എന്താ, എല്ലാരും ചോദിക്കുന്നുണ്ട് അമ്മോടെ, കരിഞ്ജീരകവും കറിവേപ്പിലയും കൂടി അമ്മ എണ്ണ കാച്ചി തേച്ചാ മുടി കറക്കുമോന്ന്. തീർച്ചയായിട്ടും കറക്കും കുട്ടികളെ. എന്താ, ബീറ്റാ കരോട്ടീനും ലിനോലെയിക് ആസിഡും ധാരാളം ഇല്ലേ. അപ്പൊ എന്താ, നമ്മളെ മുടിക്ക് സ്വാഭാവികമായിട്ട് കറുപ്പ് കളർ നൽകും. പിന്നെ സിങ്കും, പിന്നെന്താ, നമ്മളെ വിറ്റാമിൻ സി ധാരാളം കയ്പ്പയ്ക്കയിലും ഉണ്ട്. പിന്നെ നമുക്ക് പേടിക്കണോ, നമ്മളെ മുടി പിന്നെ എന്തുപോലെ കറുത്ത് വരും,
പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഡൈ അല്ലാന്ന്, ആർക്കും പിറ്റേ ദിവസം റിസൾട്ട് പ്രതീക്ഷിക്കരുത് എന്ന്. പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ ആയുർവേദത്തിന്റെ കാര്യങ്ങള്. നെല്ലിക്കട്ട് എണ്ണ തേച്ചാലും തന്നെ നമ്മളെ മുടി നരപ്പ് കുറെ കഴിയുമ്പോൾ ശരിയാവുന്നുണ്ട്. പക്ഷെ ആർക്കും ക്ഷമ ഇല്ലാത്തതുകൊണ്ടാ കുട്ടികളെ ഈ കണ്ണി കണ്ട എന്താ പറയുക നമ്മൾ ഈ വാങ്ങി തേക്കണ കെമിക്കൽ ഡൈ തേക്കണത്. അതുകൊണ്ടാണ്. അപ്പൊ കെമിക്കൽ ഡൈ ചൊറിയ, മുഖം ചൊറിഞ്ഞ് പൊട്ടുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് എന്തായി തീരുന്നുണ്ടെന്നറിയോ? ചില ആൾക്കാരില് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ആൾക്കാർക്ക്. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു എണ്ണ കാച്ചി വെക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ നല്ല ഉപകാരപ്രദമാവും. അപ്പൊ അതുകൊണ്ടാണ് അമ്മ ഈ എണ്ണ കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ തേക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയോ? അത് നമ്മൾ കുളിക്കണേന്റെ 1 മണിക്കൂർ മുന്നേ മുടിയുടെ ഓട്ടിലും, കാരണം മുടി വളർച്ച നല്ല പ്രോത്സാഹിപ്പിക്കും നമ്മളെ കയ്പയ്ക്ക ഇടുകൊണ്ടേ. അപ്പൊ ആർക്കും പേടിക്കാതെ തേക്കാട്ടോ. കയ്പയ്ക്കയെന്ന് വെച്ചിട്ട് ഇതുവരെ തേക്കാത്താണോ, ആരെങ്കിലും തേക്കാത്തവരുണ്ടെങ്കിൽ യാതൊരു പേടിയും വേണ്ട കേട്ടോ. അമ്മ അത് സ്ഥിരം തേക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല. മുടി വളർച്ച കൂടുക എന്നല്ലാതെ പോണില്ല. അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉണ്ടാവുകൊണ്ടേ ഇങ്ങനെയൊക്കെ എണ്ണ അമ്മ ശുശ്രൂഷ ചെയ്യുകൊണ്ടാണ് എങ്ങനെയെങ്കിലും മുടി പിടിച്ചു നിൽക്കണം. നല്ല ഷുഗറിന്റെ ലക്ഷണം തന്നെ മുടി കൊഴിച്ചില്ല തന്നെ കുട്ടികളെ. കണ്ണിന് കാഴ്ച കുറയുക, മുടി കൊഴിയുക. കണ്ടോ നമ്മളെ എണ്ണ മൂത്തു കണ്ടോ? ഇത്രയേ മൂക്കാവുള്ളൂ. കയ്പയ്ക്കൊക്കെ ഒന്ന് കളർ ഇങ്ങനെ മാറി ഒന്ന് ഇങ്ങനെ ബലം വെക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇതാ ഒരു 15 മിനിറ്റ് ഇപ്പൊ ഇത് വെച്ചിട്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എണ്ണ ഇനി നിർത്തുകയാണ് കേട്ടോ. ഇനി ഊറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തണുക്കട്ടെ കേട്ടോ, കുറച്ചു നേരം ഇതിൽ തന്നെ ഇരിക്കട്ടെ. അപ്പൊ അമ്മ ദാട്ട കുട്ടികളെ എല്ലാരും കണ്ടില്ലേ, ഒരുപാട് എളുപ്പമാട്ടോ ഈ എണ്ണ കാച്ചാനേ. ഒരുപാട് സാധന സാമഗ്രികളൊന്നും വേണ്ട. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മളോടുണ്ടായ കയ്പയ്ക്കാണ്. വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരുന്നു, ഞാൻ പറക്കണത് കാണിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇന്നിവിടെ കരണ്ട് പോവാ കുട്ടികളെ, അതുകൊണ്ട് എണ്ണ ഇരുട്ടത്താവുമോ കാച്ചൽ വെച്ചിട്ട് അമ്മ ഒരു കുട്ടിയോട് പറഞ്ഞതുമാണ് കാണിച്ചു തരാന്നുള്ളത്. അതുകൊണ്ട് അമ്മ കയ്പയ്ക്ക ഇറക്കാനൊന്നും പിന്നെ വീഡിയോ നീട്ടണ്ട വിചാരിച്ചിട്ട് പെട്ടെന്ന് കാച്ചി കാണിച്ചു തരാണ്. പിന്നെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയട്ടെ, കയ്പയ്ക്ക നിങ്ങൾ കൊണ്ടാട്ടം വറക്കണ പോലെ ഒന്നും ഒരിക്കലും മൂക്കരുത് കേട്ടോ. പിടിച്ചു നോക്കണം ഒന്നിങ്ങനെ. കയ്പയ്ക്ക ബലം വെക്കുന്നതിൽ അത്രേ പാടുള്ളൂ. ഒരിക്കലും കൊണ്ടാട്ടം പോലെ ഒന്നും ആരും ചെയ്യരുത് കേട്ടോ. അപ്പൊ നമുക്ക് മൂപ്പേറും തലയിലിരിക്കുക. പിന്നെ ഇനി മൂപ്പ് അറിയാത്തവർക്ക് ഒരു ഐഡിയ, ഒരു കറിവേപ്പിൻ്റെ ഇലയുടെ തലപ്പ് നമ്മൾ എടുക്കുക, ഒരു ഇല, വലിയൊരു കോച്ചിലിന്റെ നമ്മളുണ്ടല്ലോ ഒരു തണ്ട്, അത് കൈ പിടിക്കുക. എന്നിട്ട് അത് അതിലേക്ക് മുക്കുമ്പോ ട്രെന്നൊരു ശബ്ദം കേൾക്കും. അപ്പൊ അതോടുകൂടി നിങ്ങൾ ഓഫാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ജീരകത്തിന് നല്ലൊരു പ്രത്യേക മണം നിങ്ങൾക്കൊക്കെ അറിയാലോ. കണ്ടോ ഇതിലത്തെ കയ്പയ്ക്ക കണ്ടോ കുട്ടികളെ? ഇതിപ്പോ ഇതിലെ ഇലയൊക്കെ കേട്ടോ. കണ്ടോ കയ്പയ്ക്ക കണ്ടോ? ഇതിലത്തെ ഒരു കൊണ്ടാട്ടത്തിന്റെ കളറും ഇല്ല. ഇതിൽ നമ്മള് ഇതുണ്ടോ, ഇതൊക്കെ കക്കൻ കണ്ടിട്ടാണ്. കണ്ടോ ചെറിയൊരു ബലേ വന്നിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ ഈ എന്തെണ്ണ കാച്ചുമ്പോഴും കേട്ടോ, ഈ കോഴിമുട്ട കൊത്തിപ്പൊരിക്കണ ഒരു പരുവം എല്ലാരും കണ്ടിട്ടില്ലേ? നമ്മൾ ഈ കോഴിമുട്ട കൊത്തിപ്പൊരിക്കണ ഒരു പരുവം ഒന്നിങ്ങനെ ഇതാവില്ലല്ലോ, ഒന്ന് ചളിച്ചളക്കനെ. അങ്ങനെയാണ് മുടിയിലേക്ക് എണ്ണ പാടുള്ളൂ കേട്ടോ കാച്ചുമ്പോ. ഒരിക്കലും മുരിയട്ടെ, കക്കൻ കടുമുടുന്നനെ പൊട്ടാൻ പാടില്ല. കക്കനൊരു ചെറിയ ഇത് വേണം, എന്ത് സ്മൂത്ത്, വല്ലാതെ പിരിപിരിന്നെ വരുത്. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ മുടിക്ക് ദോഷം ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് അമ്മ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വിടണം. കാരണം നമ്മൾ ഇത്രയും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് കാണിച്ചു തരുന്നത്. കണ്ടോ എണ്ണ നല്ല പച്ച കളറാവും കേട്ടോ. ഇത് യാതൊരു പേടിയില്ലാതെ ധൈര്യമായിട്ട് എല്ലാവർക്കും തേക്കാട്ടോ. നമ്മളെ കരിഞ്ചീരകവും നമ്മളെ കറിവേപ്പിലയും നമ്മളെ കയ്പയ്ക്കയാണ് കേട്ടോ. യാതൊരു പേടിയില്ല. നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ ശരീരത്തിന് കയ്പയ്ക്ക എത്ര ഉണ്ട് നന്നെന്ന്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കയ്പയ്ക്ക ശരീരത്തിന് എത്ര നല്ല സാധനമാണെന്ന് അറിയോ അല്ലേ? അപ്പൊ അതുപോലെ നമ്മളെ മുടിക്കും അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. കാരണം മുടി നന്നായി തഴച്ചു വളരും, കറുത്ത് തഴച്ചു വളരും. അപ്പൊ കുട്ടികളെയൊക്കെ നിങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ഇത് ശീലിക്കുകയാണെങ്കിൽ അവർക്കുണ്ടല്ലോ ഈ ഓമനനരയൊക്കെ വരുന്നു, ചെമ്പൻ കളറൊക്കെ മുടി ഇല്ലേ, സ്പ്ലിറ്റ് എൻഡ് അതൊക്കെ പോയിട്ട് മുടി കറുത്ത് പുകഞ്ഞു വരും. നെല്ലിക്ക് കുറച്ച് തണുപ്പാണ്, കുട്ടികൾക്ക് ചെവിക്കൊക്കെ ഒരു വേദന വരും നെല്ലിക്ക സ്ഥിരം വല്ലാതെ തേപ്പിച്ചാൽ. അങ്ങനെ നീരിറക്കത്തിന്റെ കേട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അമ്മയെ ഒന്നും തേക്കാൻ വയ്യ, മുട്ട ഞാൻ നീരിറക്കം പിടിച്ചിട്ടേന്ന്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഇങ്ങനെ കുളുക്കനെ നിറുകിൽ പൊത്തണ്ട കേട്ടോ. തേക്കാൻ വയ്ക്കണവർക്ക് തേക്കാം, ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും തേക്കാം. അത് വയ്യാത്തവർക്ക് ഇത് നമ്മള് കുളിക്കാൻ പോണേന്റെ 1 മണിക്കൂർ മുന്നേ കയ്യിലേക്ക് എടുത്തിട്ട് ഇഴകളിൽ നന്നായിട്ട് ചെറുതായിട്ട് ഓട്ടിലും അങ്ങനെ എല്ലായിടത്തും തലപ്പ് വരെ തേക്കാട്ടോ. അപ്പൊ മുടി ഇങ്ങനെ കറുത്ത് വരും. അതുപോലെ ഇഴകളിൽ നല്ല ഇഴകളിൽ തേക്കണ പോലെ നമ്മള് നല്ല ശ്രദ്ധിച്ച് നമ്മൾ ഓട്ടിൽ നല്ലൊരു 5 മിനിറ്റ് മസാജ് നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പൊ ഇത് ഇന്ന് തേച്ചാൽ നാളേക്ക് കറക്കുന്ന അമ്മ പറയണില്ല കേട്ടോ. ഇത് സ്ഥിരമായിട്ട് തേച്ചോളൂ, ആരും പേടിക്കണ്ട. ഈ എന്താ പറയാ, നമുക്ക് ഇങ്ങനെ മുഖത്തൊക്കെ കുട്ടികളെ സോറിയാസിസ് പോലെ വരുന്നു ചിലവർക്ക്, ഈ അലർജി
ഈ ഇതിന്റെയും നമ്മളെ ഡൈ വാങ്ങണ ഡൈയുടെ പിന്നെ അതുപോലെ നീലാമരിയൊക്കെ തണുപ്പ്, അതീവ തണുപ്പ്. അത് വെയ്യാത്തവർക്കൊക്കെയാണ് ഞാൻ ഈ പറയണ നീലാമരിയൊക്കെ വെക്കുന്നവർ അതൊക്കെ തേച്ചോളൂ കേട്ടോ. എന്താ പറയാ മൈലാഞ്ചി അതൊക്കെ ഭയങ്കര തണുപ്പാ. നെല്ലിക്ക, നീലാമരി, മൈലാഞ്ചി വളരെ തണുപ്പുള്ള സാധനങ്ങളാ. പെരടി കടച്ചില്, എയർ ബാലൻസ് പോവുക, അതൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് എയർ ബാലൻസ് പോയ ഒരു വ്യക്തിയാവുകൊണ്ട് ഞാൻ ഇതിക്ക് വളരെ ഉപകാരപ്പെട്ടു. അപ്പൊ എന്നോട് ഒരു കുട്ടി സങ്കടത്തിലാ ചോദിക്കണം, അമ്മേ എന്താ അമ്മ ചെയ്യണം മുടിയിലെന്ന്. അപ്പൊ ഞാൻ കുട്ടികളെ വേറൊരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ. ബദാം ചുട്ടിട്ട് ഞാനത് ചെറിയ ഷോർട്സ് എന്താ ചെയ്തിട്ടുണ്ട്. ബദാം ചുടുക, നമ്മളെ എന്ത് ചുടും പോലെ എന്താ മുളകൊക്കെ ചുടില്ലേ നമ്മള് പപ്പട കൊല്ല് കുത്തിയിട്ട് അങ്ങനെ ചൂടുക, അല്ലെങ്കിൽ ചട്ടിയിലിട്ട് വറക്കുക. എന്നിട്ട് നമ്മൾ അമ്മിക്കല്ലിലോ മിക്സിയിലോ പൊടിക്കുക. എന്നിട്ട് നമ്മളെ വെളിച്ചെണ്ണ കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അലോവേര ജെല്ല് രണ്ടും ഞാൻ തേക്കും. എന്നിട്ട് നമ്മൾ ബ്രഷിലാക്കിയിട്ടേ പോകുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെയാണല്ലോ നര വരുന്നത്. എന്റെയൊക്കെ ഇവിടെയാണ് കുട്ടികളെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇന്നത് തേച്ചിട്ടില്ല, കാരണം ഇന്നിപ്പോ തേക്കാൻ സമയം കിട്ടിയില്ല, കറണ്ട് പോകുമെന്ന് പേടിച്ചിട്ടേ തേക്കാനുള്ള സമയമില്ല, മണ്ടി പാഞ്ഞിട്ടാ കുറേശ്ശെ നരച്ചെന്ന് വേണ്ട ഇവിടെയൊക്കെ. അപ്പൊ അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു നരയെ വരുന്നുള്ളൂ. ഞാൻ അങ്ങനെ അത് തേക്കുകൊണ്ട് വല്ലാതെ നരച്ചു പോഞ്ഞിട്ടില്ല എന്റെ മുടി. ഈ പ്രായക്കാരിലൊക്കെ നല്ലോണം നരയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടി സീക്രട്ട് ഉണ്ടാക്കി വെക്കുക. വല്ലാതെ നരയുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മളതില്ലേ ബദാമിന്റെ ഡൈ സുഖ പേടിക്കണ്ടല്ലോ, ഒരു പേടിയില്ല, മുടി കൊഴിയൊന്നും പേടിക്കണ്ട. അത് നമ്മൾ എന്ത് ചെയ്യാന്ന് കുറേശ്ശെ ഒന്നും പോളിഷ് ചെയ്യുക, എന്നിട്ടാണ് ചീന്ത. നമുക്ക് അങ്ങനെ മെഴുക്കുള്ള തരത്തിലൊന്നും തേക്കരുത് കേട്ടോ. അറിയാത്ത വിധത്തിൽ നമ്മൾ മുടി ഷാമ്പു തേക്കുക അന്നത്തെ ദിവസം കുളിച്ച് കല്യാണത്തിനൊക്കെ പോണ ദിവസേ. അപ്പൊ നമ്മൾ ഇത് ചെറുതായിട്ട് മെഴുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളെ മുടിയിൽ ഒരു കണ്ടീഷണർ ഉപയോഗിച്ച പോലെ ഉണ്ടാവുള്ളൂ. ഒന്നിങ്ങനെ ഒതുങ്ങി വൃത്തിയിൽ നിൽക്കും ചെയ്യും, മുടി കറുത്തിട്ടായിട്ട് തോന്നും ചെയ്യും. അപ്പൊ നമ്മളെ പ്രായം ഇങ്ങനെ 10 വയസ്സ് കുറയും. അപ്പൊ ആൾക്കാർ നമ്മളെ കളിയാക്കൂലേ, ഓ അവളുടെ മുടിയൊക്കെ നരച്ച് തള്ളയെ അവളിപ്പൊ തന്നെ, അങ്ങനെ കളിയാക്കണവരെ നമുക്ക് എന്താ, നമുക്കും അവരെ കളിയാക്കാതെ നമുക്കും പിടിച്ചു നിൽക്കാം മക്കളെ. ഭൂമിയിലേ നമുക്കും വേണ്ടി പിടിച്ചു നിൽക്കാം. ഡൈ അലർജി വെച്ചിട്ട് നിങ്ങൾ നരച്ച് നടക്കണ്ട. അപ്പൊ അമ്മ പറയണ സീക്രട്ടൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഇതൊക്കെ അമ്മ ചെയ്യണ കാര്യങ്ങള് ആത്മാർത്ഥത്തോടു കൂടി എന്റെ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടേച്ച് പറഞ്ഞു തരികയാണേ. അപ്പൊ അതെന്താ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന ഇങ്ങനത്തെ സീക്രട്ട് വീഡിയോസ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.